ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പഠനക്കളരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് PSCക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന. രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം, ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഘടന, അധികാരങ്ങൾ, നടപടിക്രമങ്ങൾ, കർത്തവ്യങ്ങൾ, പൗരൻ്റെ മൗലിക അവകാശങ്ങൾ, കടമകൾ, രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു. ഏറ്റവും നീളം കൂടിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അതിനാൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കുക സാധ്യമല്ല. ഈ വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതായത് ഭരണഘടന നിയമനിർമ്മാണ സഭയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഭരണഘടന ആദ്യമായി കൊണ്ടുവരുന്ന രാജ്യം USA ആണ്. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യവും USA ആണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ആദ്യത്തെ ജനാധിപത്യ രാഷ്ട്രം ഗ്രീസാണ്. ഗ്രീസിനെ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നു. മോഡേൺ ഡെമോക്രസി ആരംഭിക്കുന്നത് ബ്രിട്ടനിലാണ്. അതുകൊണ്ട് തന്നെ മദർ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്നതും ബ്രിട്ടനാണ്. നിലവിലുള്ള ഏറ്റവും പഴയ ഡെമോക്രസി ബ്രിട്ടൻ്റെയാണ്. ഭരണഘടനയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: റിട്ടൺ ആൻഡ് അൺറിട്ടൺ, ലിഖിതവും അലിഖിതവും. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് USA, ഇന്ത്യ മുതലായവ. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടനും ഇസ്രയേലും. ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ്. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നു. ഇന്ത്യ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അതായത് ജനങ്ങൾ നേരിട്ടല്ല, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് MN റോയ് ആണ്. അദ്ദേഹം ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലൂടെയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് MN റോയ് ആണ്. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന ന്യൂസ് പേപ്പറിലൂടെയാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വച്ചത്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ MN റോയ് ആണ്. അദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റ് CR ദാസ്, സെക്രട്ടറി മോട്ടിലാൽ നെഹ്റു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച പാർട്ടി സ്വരാജ് പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് 1937 ഫൈസ്പൂർ സെഷനിൽ വച്ചാണ്. ഫൈസ്പൂർ സെക്ഷൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആവശ്യം ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്തത് 1940 ഓഗസ്റ്റ് ഓഫറിലൂടെയാണ്. ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് ലോർഡ് ലിങ്ലിത്ഗോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കുള്ള ഡിമാൻഡ് ബ്രിട്ടീഷ് അംഗീകരിച്ചത് 1940 ഓഗസ്റ്റ് ഓഫറിലൂടെയാണ്. ഇത് ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യുന്നത് 1946 ഡിസംബർ 6-നാണ്. ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത്. ഈ ഡേറ്റ് ഓർത്തിരിക്കണം. 1946 ഡിസംബർ 6-നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് 3 ദിവസം കഴിഞ്ഞ് 1946 ഡിസംബർ 9-നാണ്. 207 മെമ്പേഴ്സ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിൽ 9 പേർ വനിതകളായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ ടെമ്പററി ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ.
ഫസ്റ്റ് മീറ്റിങ്ങിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ ടെമ്പററി ചെയർമാനും. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഇത് ഓർത്തിരിക്കണം. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗിൽ ആദ്യമായി സംസാരിച്ചയാൾ ആചാര്യ JB കൃപലാനിയാണ്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: 1946 ഡിസംബർ 6 സെറ്റപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ മീറ്റിംഗ് ഡിസംബർ 9 207 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷൻ പ്ലാനിലാണ് ഇത് ആരംഭിക്കുന്നത്. ടെമ്പററി ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, പെർമനന്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യമായി സംസാരിച്ചത് ആചാര്യ JB കൃപലാനി. ഭരണഘടനാ ഉപദേശകൻ BN റാവു, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ BN റാവു. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് 389. പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ കൗണ്ട് 299 കുറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉള്ള വനിതകളുടെ എണ്ണം 17. 17 മലയാളികൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പങ്കുചേർന്നു. അതിൽ 3 മലയാളി വനിതകളുണ്ട്. അവരുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ആനി മാസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇതിൽ ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി പ്രീ ഡിഗ്രി പാസ്സായ SC/ST വനിത. 17 മലയാളികളിൽ 9 പേർ മദ്രാസിൽ നിന്നും, 6 പേർ ട്രാവൻകൂറിൽ നിന്നും, ഒരാൾ കൊച്ചിയിൽ നിന്നുമാണ്. ഇതല്ലാണ്ട് ഡോക്ടർ ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിനെ റെപ്രസെൻ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പങ്കെടുത്തു. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: അഡ്വൈസർ BN റാവു, ടോട്ടൽ സ്ട്രെങ്ത് 389, ആഫ്റ്റർ പാർട്ടീഷൻ 299. 17 വനിതകളും 17 മലയാളികളും ഇതിൽ പങ്കെടുത്തു. 17 മലയാളികളിൽ 3 പേർ വനിതകളാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈനിങ് ഓഫ്, റോസ്.